എൻ്റെ ഇന്നലത്തെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു നിങ്ങളെപ്പറ്റി? ഇന്നലെ രാത്രി അവർ നിങ്ങളെപ്പറ്റി എന്താണ് ആലോചിച്ചിരുന്നതെന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് ഞാൻ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കാരണം ഞാൻ കാർഡ്സ് നോക്കിയെടുക്കുകയാണോ എന്ന് പലർക്കും ഡൗട്ടുണ്ട്. നോക്കിയല്ല ഞാൻ എടുക്കുന്നത്, കണ്ണടച്ചിട്ടാണ് ഞാൻ എപ്പോഴും കാർഡ്സ് എടുക്കാറ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് ലവേഴ്സ്. അത് ഞാൻ നോക്കിയെടുത്തതാണോ? The Star, High Priestess, Seven of Swords, Ten of Pentacles, okay, Queen of Cups, Ten of Cups, Page of Wands, Knight of Cups and the Lovers. Okay, ഇവിടെ ലേറ്റ് നൈറ്റ് തോട്ട്സിൽ രാത്രി മൊത്തം ഇരുന്ന് ടാരോ കാണലാണോ പരിപാടി എന്നവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് ടാരോ കണ്ട സമയം കഴിക്കുകയാണ് എന്നവർക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടാരോ റീഡിങ് നോക്കിയിട്ട് അത് ഇവർക്ക് അയച്ചു കൊടുത്ത് കാണും. ഇവർ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ടാരോയിൽ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരിടത്ത് പറഞ്ഞു കാണും. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് ഒരു പക്ഷേ ഒരു ടാരോ റീഡിങ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടു കാണാനും സാധ്യതയുണ്ട് കേട്ടോ. ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നതായിട്ട് കാണുന്നു. സ്റ്റാർ വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ സ്റ്റാർ സാന്നിധ്യമാണ്. നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിച്ചമാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ കൂടെ എന്നും വേണം. സെവൻ ഓഫ് വോൺസ് വെച്ച് യാത്ര ഉണ്ട് അവർക്ക്. അതായത് ഇന്ന് പകൽ അവർക്ക് എന്തോ യാത്രയുണ്ട്. അവരതിനു വേണ്ടി പ്രിപ്പയറും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ടെൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഒരു പക്ഷേ ഫാമിലി കൂടെ ഉണ്ടായിരിക്കാം. ഫാമിലി സുഹൃത്തുക്കൾ അങ്ങനെ കൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടുമാണ്. കാരണം ഫാമിലിക്ക് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യലി സാമ്പത്തികമായിട്ട് ഫാമിലിക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം കൂടിയിട്ടാണ് അവർ ഈ യാത്രയിൽ പോകുന്നത്. അപ്പോൾ നാച്ചുറലി അത് ജോലി സംബന്ധമായിട്ടുള്ള യാത്രയായിരിക്കണം. ക്വീൻ ഓഫ് കപ്സ് വെച്ച് ഒരുപാട് ഇമോഷണലായിട്ടാണ് നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതേപോലെ ടെൻ ഓഫ് കപ്സ് വെച്ചിട്ട് വീണ്ടും അവിടെ ഒരു ഫുൾഫിൽമെൻറ്റ്. ഇപ്പോൾ ഫാമിലി, ആ ഫാമിലിയിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫാമിലിയുടെ സ്റ്റെബിലിറ്റി തന്നെയാണ് കൂടുതലായും മനസ്സിൽ. പേജ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് ആലോചിച്ചിരുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് കിട്ടുന്നതിനെ പറ്റിയിട്ടോ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ മെസ്സേജസ് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഓൺലൈൻ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ അവർ എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വന്ന് കണ്ട് ഒരു സോറിയൊക്കെ പറയണം, നിങ്ങളുമായി സ്നേഹത്തിൽ ഇത്തിരി സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ലവേഴ്സ് വെച്ചിട്ട് അവർ ഒരുപാട് സ്നേഹത്തോടെയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നത്.